എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വെൽസ്പൺ ലിവിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. 161 രൂപയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വെൽസ്പൺ ലിവിംഗ് ഈ സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ചില കാരണങ്ങളുണ്ട്. ചില പ്രത്യേക ക്രൈറ്റീരിയ ഒത്തുവന്നാൽ മാത്രമേ ആ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, പിടിവിട്ട് കഴിഞ്ഞാൽ അവൻ പറക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമുക്കൊന്ന് ചകഞ്ഞെടുക്കാം, എന്താണ് കാരണങ്ങളെന്ന്. അപ്പോൾ നമുക്ക് നേരിട്ട് ആദ്യം തന്നെ വെൽസ്പൺ ലിവിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ റിസൾട്ട് ആദ്യമേ പറയട്ടെ. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഒരു ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം സ്റ്റോക്കിനെ എങ്ങനെ വാല്യുവേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിൻ്റെ ക്രൈറ്റീരിയ, അതായത് ഉയരാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള ഒരു പഠനം മാത്രമാണ് ഈ വീഡിയോ. നമുക്കിവിടെ നോക്കിയാൽ അറിയാം, വെൽസ്പൺ ലിവിങ് 161 രൂപയുടെ ഇപ്പം കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് 15,666 കോടിയുടെ സ്റ്റോക്ക് ഇപ്പോൾ 23.7, ROC 6.1%, ROE 4.77%. നമുക്കിവിടെ കാണാം വെൽസ്പണിൻ്റെ എബൌട്ട് വായിച്ചു നോക്കിയാൽ അറിയാം. ലാർജസ്റ്റ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറർ, അതായത് ലോകത്തെ തന്നെ ഒരു വലിയ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണിത്. വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ഈ കമ്പനിയുടെ കീഴിലുണ്ട്. ഇതിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു നല്ല ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ ആണ് ഈ കമ്പനി. അതുകൂടാതെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ അതിൻ്റെ സെയിൽസ് ഏകദേശം 2,411 കോടിയുടെ. അത് നമ്മൾ പ്രീവിയസ് ക്വാർട്ടറായിട്ട്, അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ, അതായത് ഡിസംബർ 22 ക്വാർട്ടർ താരതമ്യം ചെയ്യുമ്പോൾ സെയിൽസിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതായത് ഡിസംബർ 22 1,869 കോടി ഉണ്ടായത് ഇപ്രാവശ്യം 2,411 കോടിയായിട്ട് വളർന്നിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രോഫിറ്റിൽ നമുക്ക് നോക്കിയാലാണ് ഡിസംബർ 22, അതായത് ലാസ്റ്റ് ഡിസംബർ 22 44 കോടി പ്രോഫിറ്റ് ഉണ്ടായത്. ഇപ്രാവശ്യം അത് 179. അത്രയും ഉയർന്ന വളർച്ച നേടിയത് പ്രോഫിറ്റിലും സെയിലിലും ഈ ക്വാർട്ടറിൽ. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഏകദേശം 70% ഷെയർസ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കിനി നേരിട്ട് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് ഒന്ന് പോവാം. നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് വെൽസ്പൺ ലിവിങ്ങിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഈ വീക്കിലി ചാർട്ടിൽ വ്യൂവിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഈ പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കും. ഇവിടെ ഈ ഏരിയ എന്ന് പറയുന്നത് 171 ലെവലാണ്. ഈ ഏരിയ 171 ഈ ഏരിയ. ഈ ഏരിയ നോക്കി ഇവിടെ വീക്കിലി ക്യാൻഡിലാണ്. ഇവിടെ ചെറിയ ഒരു 3 ക്യാൻഡിൽ ഇവിടെ ടച്ച് ചെയ്തു 171. അതുകൂടാതെ ഇവിടെ ഒരു ക്യാൻഡിൽ ഇവിടെ ടച്ച് ചെയ്തു, വീക്കിലി ക്യാൻഡിൽ. അതുകൂടാതെ ഇവിടെയും ടച്ച് ചെയ്തു. അപ്പോൾ 4 പ്രാവശ്യമാണ് ഈ റേഞ്ചിൽ ഇത് ടച്ച് ചെയ്തിട്ടുള്ളത്, 4 പ്രാവശ്യം. അപ്പോൾ ഈ റേഞ്ച് 4 പ്രാവശ്യം ടച്ച് ചെയ്തിട്ട് കയറിയിട്ടില്ല. ഇവിടെ ഏകദേശം 2021 ഇവിടെ ഇത് വന്നത്. അതിന് ശേഷം 3 വർഷത്തിന് ശേഷമാണ് ഇവിടെയും വന്ന് നിൽക്കുന്നു, റൗണ്ടിങ് ബോട്ടമായിട്ട് ഇത് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ 171 റേഞ്ച് എന്ന് പറയുന്നത് മൾട്ടി റെസിസ്റ്റൻസ് ഏരിയ ആണ്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ വീക്കിലി ക്യാൻഡിൽ ഒരു 171 ലെവലിന് മുകളിൽ ഒരു വീക്കിലി ക്യാൻഡിൽ ഇവിടെ ഒരു ക്ലോസിങ് നടക്കുകയാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, 171 മുകളിൽ ഒരു വീക്കിലി ക്യാൻഡിൽ ക്ലോസ് നടക്കുകയാണെങ്കിൽ ഇതൊരു അപ്സൈഡിലേക്ക് നല്ല രീതിയിൽ ഉയരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മൾട്ടി റെസിസ്റ്റൻസ് ഏരിയയുടേത് ഇവിടെ കണ്ട മൾട്ടി റെസിസ്റ്റൻസ് ഏരിയ. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇത് ഇയർ ഹൈ അല്ലെങ്കിൽ എവർ ഹൈ ബ്രേക്ക് ചെയ്യും ഇവിടെ. അപ്പോൾ ഈ ലൈൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വാച്ച് ലിസ്റ്റിൽ ഇടുക. നമ്മൾ എപ്പോഴാണ് 171 മുകളിൽ ഇത് കയറി പോകുന്നത്, ആ സമയത്ത് നമുക്കൊരു എൻട്രി ആയിട്ട് ഇതിൽ പരിഗണിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് നമ്മൾ നോക്കിയപ്പോൾ പ്രോഫിറ്റിൽ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു അറിയപ്പെടുന്ന ഒരു കമ്പനിയൊക്കെ ആണിത്. നമ്മളുടെ അടുത്ത ഒരു ലൈൻ എന്ന് വെച്ചാൽ വേറൊരു ലൈനും കൂടി നമുക്കിവിടെ ഒന്ന് വരച്ചു നോക്കാം.
ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചെടുത്തു, അതായത് ഒരു 135 130 റേഞ്ചിൽ. ഇത് 135 130 ലൈനാണിത്. നമുക്ക് ഈ ലൈനിൻ്റെ പ്രത്യേകതകളോ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓരോ ലൈനിനും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഈ ലൈനിൻ്റെ പ്രത്യേകത കണ്ട, ഇവിടെ വരെ മാർക്കറ്റ് ഈ ഷെയർ കയറിപ്പോയി 135 136 ലെവല്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പുൾ ബാക്ക് വന്നു. അതിനുശേഷം വലിയൊരു ക്യാൻഡിലോടുകൂടി ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു. അതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞ മുകളിലെ ആ 171 ലൈന് ടച്ച് ചെയ്ത് കണ്ട ഈ 135 ക്ലിയർ സപ്പോർട്ട്. എത്ര ക്യാൻഡിലുകൾ? 1 2 3 4 5 6 7 8 9 ക്യാൻഡിലാണ് ഇവിടെ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. 9 ആഴ്ച ക്യാൻഡിൽ ഇവിടെ ടച്ച് ചെയ്തു. കുറച്ചൊന്ന് കയറാനായിട്ട് സാധിച്ചില്ല. വീണ്ടും ഒന്ന് താഴ്ന്നു, നല്ല രീതിയിൽ അത് താഴ്ന്നു വന്നു. അതിനുശേഷം ഈ റേഞ്ചിൽ തന്നെ ഒരു കൺസോളിഡേഷൻ ഇത് ചെയ്തു. അതിനുശേഷം വലിയൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് ഇത് ഇവിടെ കയറി വിത്ത് വോളിയത്തോടുകൂടി ഇവിടെ കയറിയത് വിത്ത് വോളിയം. അതുകൂടാതെ വീണ്ടും കയറാനായിട്ട് സാധിച്ചു. 170 വരെ പോയി, കയറാനായിട്ട് സാധിച്ചില്ല. വീണ്ടും താഴ്ന്നു നോക്കൂ നമ്മൾ. അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. വീണ്ടും താഴ്ന്നത് ഇവിടെ വരെ താഴ്ന്നിട്ടുള്ളൂ. കാരണം നമ്മൾ ഈ വരച്ച 135 130 ലൈൻ വരെ താഴ്ന്നു. എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ താഴ്ന്നില്ല, ഇവിടം വരെ താഴ്ന്നില്ല? അത് നമ്മുടെ ചോദ്യമാണ്. അപ്പോൾ ആ ലൈനിന് ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അവിടെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരും ആഴ്ചകളിൽ ഇവിടെ ഒരു കൺസോളിഡേഷൻ ചെയ്തിട്ട് ഒരു അപ്സൈഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു 171 മുകളിലാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഉയരാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഈ 135 അല്ലെങ്കിൽ 130 റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിന്റ് വെക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ 2 ലൈൻ, ഇതിലൊരു ബൈ എൻട്രി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഈ 2 ലൈൻസ് തീർച്ചയായും നമ്മൾ മനസ്സിൽ വെക്കണം, അല്ലെങ്കിൽ എഴുതി വെക്കണം. ഈ ലൈൻ അഥവാ സപ്പോസ് ഇത് മാർക്കറ്റാണ്, എങ്ങോട്ട് വേണമെങ്കിലും പോവാം, നമ്മളെ നിഗമനത്തിനെതിരും ഇത് മാർക്കറ്റ് തിരികണം. അപ്പോൾ സപ്പോസ് ഇവിടെ ഒരു 171 ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വന്നു, കയറാൻ പറ്റിയില്ല, വീണ്ടും തിരികുകയാണെങ്കിൽ ഈ ലൈൻ എത്തുമ്പോൾ നമ്മളിത് വിറ്റുമാറുന്ന രീതിയിൽ വേണം നമ്മളെ ഫണ്ട് അലോക്കേഷൻ ചെയ്യാനായിട്ട്. ഇതിന് താഴേക്ക് ഒരു ക്ലോസിങ് ആണെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ വിറ്റുമാറി ഉള്ള നഷ്ടം സഹിക്കുക എന്നതാണ് ഇതിൽ അഭികാമ്യമുള്ള കാര്യം. പിന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സപ്പോർട്ട് ഇല്ല, നേരെ താഴേക്ക് തന്നെ ആയിരിക്കും വരിക. കാരണം ഇവിടെ സപ്പോർട്ട് ഇല്ല, ഇവിടെയൊക്കെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്, പക്ഷേ അതൊക്കെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ 135 130 ലൈൻ മസ്റ്റായിട്ട് നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ വരും ആഴ്ചകളിൽ ഇത് നല്ല രീതിയിൽ കയറുമെന്ന് നമുക്ക് ഒരു ശുഭാബുദ്ധി വിശ്വാസത്തോടെ ഇരിക്കാം. കാരണം ഇത്രയും നല്ല ഒരു ചാർട്ട് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അതുകൂടാതെ ഫണ്ടമെൻ്റലും നമുക്ക് ക്വാർട്ടറിൽ നോക്കുമ്പോൾ നല്ല പ്രോഫിറ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയർ എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇടുക, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ബൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടെക്നിക്കൽ കാരണങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ ബ്രോക്കറുമായോ സംസാരിച്ചതിന് മാത്രം ഒരു ബൈ എൻട്രി എടുക്കുക. മാർക്കറ്റ് റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത്രയുമാണ് വെൽസ്പൺ ലിവിങ് എന്ന് പറയുന്ന ചാർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.